RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മണ്ഡലകാലം ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ സ്ത്രീ പ്രവേശനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു മണ്ഡലകാലമാണ്. അതിൻ്റെ കാരണം ശബരിമലയിലെ അനിയന്ത്രിതമായ തിരക്കും അതുമൂലമുണ്ടായ തടസ്സങ്ങളും താമസങ്ങളുമാണ്. ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായി അയ്യപ്പ ഭക്തന്മാർ കേരള സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നിട്ട് ശബരീശനെ തൊഴാതെ പമ്പയിൽ വെച്ച് തന്നെ കെട്ടഴിച്ച് തിരികെ പോകുന്ന ദയനീയമായ കാഴ്ച. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? സന്നിധാനത്ത് ഒരേ സമയം ആയിരക്കണക്കിന് ഭക്തന്മാർ എത്തുമ്പോൾ ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നത് തന്നെയാണ് ഈ തിരക്കിന് കാരണം. അപ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സന്നിധാനത്ത് ഭക്തർ തമ്പടിക്കുന്നത് ഒഴിവാക്കുക എന്ന് തന്നെയാണ്. അതിനുവേണ്ടി ശ്രീ ഗണേഷ് കുമാർ ഈ അടുത്തിടെ കുറേ നിർദ്ദേശങ്ങൾ പറയുകയുണ്ടായി. അപ്പവും അരവണയും പമ്പയിൽ വെച്ച് തന്നെ നൽകുക. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇതിനെ പ്രസാദം അല്ലെങ്കിൽ നിവേദ്യം എന്ന് വിളിക്കാൻ സാധിക്കില്ല എന്നാണ്. പ്രസാദം അല്ലെങ്കിൽ നിവേദ്യം എന്ന് വിളിക്കുമ്പോൾ ഇത് ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പൂജിച്ച് പൂജാരി അപ്പോൾ നൽകുന്നതാണ്. ഇത് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കുന്ന സാധനം പാക്കറ്റുകളിലാക്കി വിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രസാദം എന്ന് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് പമ്പയിൽ വെച്ച് വിൽക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ചെയ്താൽ സന്നിധാനത്ത് വെച്ച് ആൾക്കാർ പ്രസാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വലിയ തിരക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ്. എന്തായാലും ശ്രീ ഗണേഷ് കുമാറിന്റെ വാക്കുകളൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അയ്യപ്പന്മാരെ അതിന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ അരവണയും ഒക്കെ പമ്പയിൽ വെച്ച് കൊടുക്കണം. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ആരോഗ്യം ഞാൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ് ഒളിച്ചും പാത്തും പറയുന്നത്. നിയമസഭയിൽ എത്തിയ പ്രസംഗം നടത്തി. അതായത് അരവണയും അപ്പവും ഒരു 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുക. ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാൻ അതിനെ കാണില്ല. കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണയും അപ്പവും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം. ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സാധനം താഴെ വിറ്റാണ്. കാരണം പമ്പയിൽ ഇപ്പോൾ ഞാൻ 10 പേര് നമ്മൾ ഒരുമിച്ച് അവരിലേക്ക് പോകും. നമ്മൾ 2 പേര് പോയി ക്യൂവിൽ നിന്ന് അരവണയപ്പവും വേണ്ടി നിൽക്കും. 8 പേര് അവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ സന്നിധാനം നിറയുകയാണ്. അതേസമയത്ത് പമ്പയിലാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ബാങ്ക് വഴിയാണ് അവർ ബുക്ക് ചെയ്യുന്നത്. ബാങ്ക് വഴി പൈസ അടച്ച് വരുന്നവർക്ക് താഴെ വന്ന് അത് മാറ്റി വണ്ടി കയറി പോകാമല്ലോ. ഇവിടെ ശ്രീ ഗണേഷ് കുമാറിന്റെ സജഷനെ RR ടോക്സ് 100% അംഗീകരിക്കുന്നു. കാരണം അപ്പവും അരവണയും പ്രസാദവും ഒക്കെ പമ്പയിൽ നൽകുകയാണെങ്കിൽ ഇത് വാങ്ങാനായി ക്യൂ നിൽക്കുന്നതും അവിടെ സന്നിധാനത്ത് തമ്പടിക്കുന്നതും കൊണ്ടുണ്ടാകുന്ന തിരക്കുകൾ ഒഴിവാക്കുന്നതോടുകൂടി സന്നിധാനത്തെ തിരക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നത് പ്രായോഗികമായ ഒരു സജഷൻ തന്നെയാണ്. എന്നാൽ ഇതിനകത്ത് ഒരു പ്രസ്താവനയോട് RR ടോക്സിന് യോജിപ്പില്ല. അപ്പവും അരവണയും ഒരു നിവേദ്യമായി അല്ലെങ്കിൽ പ്രസാദമായി കാണാൻ പറ്റില്ല എന്നത് വിശ്വാസികളുടെ നേരെയുള്ളൊരു ചോദ്യം തന്നെയാണ് എന്നാണ് RR ടോക്സിൻ്റെ അഭിപ്രായം. കാരണം തിരക്കുള്ള ഏതൊരു ക്ഷേത്രത്തിലായിക്കോട്ടെ ഏതൊരു ദേവാലയത്തിലായിക്കോട്ടെ അവിടെ വരുന്ന 10,000-കണക്കിന് ആൾക്കാർ അപ്പോൾ പൂജിച്ചു കൊടുക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വിശ്വാസികളുടെ വിശ്വാസപ്രകാരം ക്ഷേത്രത്തിൽ പൂജാരികൾ പൂജിച്ച് ദൈവത്തിന് നിവേദിച്ച് സങ്കല്പിച്ച് നൽകുന്ന പ്രസാദം തന്നെയാണ് പാത്രങ്ങളിലാക്കി അപ്പവും അരവണയും ഒക്കെ ആയിട്ട് വിൽക്കുന്നത്. അതുകൊണ്ട് ശബരിമലയിൽ ഭക്തർക്ക് നൽകുന്ന അപ്പവും അരവണയും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം മാത്രമാണ് എന്ന തലത്തിൽ കാണുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് RR ടോക്സിനുള്ളത്. അതിവിടെ തുറന്നു പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഡക്റ്റ് മാത്രമാണ് എന്ന പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. ഇത് സന്നിധാനത്ത് നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. നെയ്യഭിഷേകം നടത്തുന്നു. നെയ്യഭിഷേകം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് ഒരു പാത്രത്തിലാക്കി എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എൻ്റെ വ്യക്തിപരമായ ഒരു മനുഷ്യൻ എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടാണ്. ഞാൻ നിയമസഭയിൽ എഴുതിയ പ്രസംഗം നെയ്യ് ഒരു ചെറിയ ടിന്നിലാക്കി അയ്യപ്പൻ്റെ പുറമൊക്കെ അടിച്ച് നല്ല മനോഹരമായ ടിന്നിലാക്കി അത് ചന്ദ്രാനന്ദ റോഡ് ഇറങ്ങുന്നിടത്ത് വെച്ച് വിതരണം. കൂപ്പണുണ്ട്, എല്ലാവർക്കും നെയ്യ് ഓരോ ടിന്ന് കൊടുക്കും. ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ നിർദ്ദേശങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ സന്നിധാനത്തെ തിരക്കൊഴിവാക്കി അടുത്ത മണ്ഡലകാലത്തിലെങ്കിലും കേരളത്തിൻ്റെ പ്രശസ്തി നമുക്ക് എല്ലാ ഭക്തർക്കിടയിലും ഉയർത്താൻ സാധിക്കുമെന്ന് നിസ്സംശയം പറയാം. ഇതൊരു വിവാദത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. നല്ല നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ ആരുടെയും വിശ്വാസങ്ങൾ വ്രണപ്പെടാൻ പാടില്ല എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.